بسم الله الرحمن الرحيم. الحمد لله رب العالمين، صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ വാഖിഅയുടെ തഫ്സീറിൽ 74 വരെയുള്ള ആയത്തുകളാണ് ഇതുവരെ നമ്മൾ വിശദീകരിച്ചത്. അടുത്ത ആയത്തിൽ അഥവാ 75-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ. ഫലാ ഉഖ്സിമു, ലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെന്തുകൊണ്ടാണ് ഒരു ലാ നിഷേധ അർത്ഥം വരുന്ന, ഇല്ലെന്ന് പറയാൻ ഉപയോഗിക്കുന്ന ലാ അവിടെ വന്നത്? അത് അറബിയിലെ ഒരു പ്രയോഗമാണ്. അറബികളുടെ, ഖുറൈശികളുടെ ഭാഷയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം അവതരിപ്പിച്ചത്. അവരുടെ ശൈലിയാണ് സത്യം ചെയ്യുന്നത് പറയുന്ന കാര്യത്തിൽ വല്ല നിഷേധവുമുണ്ടെങ്കിൽ, അഥവാ ഒരു കാര്യം നിഷേധിക്കാനാണ് സത്യം ചെയ്യുന്നതെങ്കിൽ സത്യം ചെയ്യുന്ന പദത്തിൽ, ഖസമിന്റെ പദത്തിൽ തന്നെ ലാ ഉപയോഗിക്കുക എന്നത് അറബികളുടെ ഒരു ശൈലിയാണ്. അറബികളുടെ സാധാ വാക്കിൽ അത് ആ കാലത്ത് കാണാം. അതിനൊരു ഉദാഹരണം ഇമാം ഇബ്ൻ കസീർ റഹിമഹുല്ലാഹ് എടുത്തു കൊടുത്തത് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ലാ വല്ലാഹ്, ലാ വല്ലാഹ്, അവിടെ ഉദ്ദേശം അല്ലാഹുവാണ് സത്യം എന്നാണ്. മാ മസ്സത് യദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദംറഅത്തിൻ ഖത്തു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ഒരിക്കലും ഒരു സ്ത്രീയുടെ കൈ സ്പർശിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യാലെ ഒരിക്കലും ഒരു അന്യ സ്ത്രീയുടെ കൈ സ്പർശിച്ചിട്ടില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു അന്യ പെണ്ണിനെ തൊട്ടിട്ടില്ല എന്നതൊരു നിഷേധമാണല്ലോ, ഇല്ലെന്ന് പറയലാണല്ലോ. അതുകൊണ്ട് സത്യം ചെയ്യുമ്പോൾ ലാ വല്ലാഹ് എന്ന് പറഞ്ഞു. അതുപോലെയാണിത്. വഹകദാ ഹാഹുന, ഇതുപോലെയാണ് ഇവിടെ തഖ്ദീറുൽ കലാം. ഇവിടെയുള്ള അല്ലാഹുവിന്റെ വാക്കിനെ മനസ്സിലാക്കേണ്ടത് ലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, മവാഖിഉൻ നുജൂമാണ് സത്യം. നുജൂം എന്നാൽ നക്ഷത്രങ്ങൾ, മവാഖി എന്നാൽ മനാസിലുൻ നുജൂം. മവാഖിഉൻ നുജൂം അഥവാ മനാസിലുൻ നുജൂം, നക്ഷത്രങ്ങളുടെ സഞ്ചാരപഥങ്ങൾ, അവയുടെ സഞ്ചാരത്തിൽ ഉള്ള പ്രത്യേക സ്ഥലങ്ങൾ, അതിനിടയിലുള്ള പ്രത്യേക സ്ഥലങ്ങൾ, അതാണ് മനാസിലുൻ നുജൂം, അതാണ് സത്യം. ലൈസൽ അംറു കമാ സഅംതും ഫിൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് നിങ്ങൾ വിചാരിച്ചതല്ല കാര്യം എന്നൊരു നിഷേധം ഇവിടെ ഉണ്ട്. എന്താണ് നിങ്ങൾ ജൽപ്പിക്കുന്നത്? അഥവാ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലത്തുള്ള മുശ്രിക്കുകൾ, കുഫാറുകൾ എന്താണ് ഖുർആനെ കുറിച്ച് പറഞ്ഞത്? അന്നഹു സിഹ്റുൻ ഔ കഹാനത്തുൻ, അത് സിഹ്റാണ്. ഔ കഹാനത്തുൻ, അല്ലെങ്കിൽ ജ്യോത്സ്യന്മാർ, പിശാച് കുറുകി കൊടുക്കുന്നതിനനുസരിച്ച് പ്രാസമൊപ്പിച്ച പല വാക്കുകളും പറയുന്ന കാഹിനികൾ, അവരുടെ വാക്ക് ഇതൊന്നുമല്ല ഖുർആൻ. ബൽ ഹുവ ഖുർആനുൻ കരീം, മറിച്ചത് ഏറ്റവും കരീമായ, ഏറ്റവും ആദരിക്കപ്പെട്ട മഹത്തായ ഖുർആനാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, നക്ഷത്രങ്ങളുടെ മനാസിൽ, മവാഖിഅ, അത് തന്നെ സത്യം. വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം, വഇന്നഹു ലഖസമുൻ, ഇതൊരു സത്യമാണ്. എങ്ങനത്തെ സത്യം ചെയ്യലാണിത്? ലൗ തഅലമൂന, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, അദീമുൻ,
മഹത്തായ ഒരു സത്യം ചെയ്യലാണിത്. അഥവാ വഇന്നഹു ലഖസമുൻ അളീമുൻ ലൗ തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതൊരു മഹത്തായ സത്യമാണ്, സത്യം ചെയ്യലാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇന്നഹു ലഖുർആനുൻ കരീം, ഇത് കരീമായ ഖുർആനാണ്, അങ്ങേയറ്റം മഹത്തരമായ ഖുർആൻ. കാരണം ഇത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ വാക്കാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ് ഖുർആൻ. ഒരു പടപ്പിന്റെയും സംസാരമല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന്റെ കലാമാണിത്. ഫീ കിതാബിൻ മക്നൂൻ, ഈ ഖുർആൻ എവിടെയാണുള്ളത്? ഫീ കിതാബിൻ, ഒരു കിതാബിലാണുള്ളത്. മക്നൂൻ, മക്നൂനായ ഒരു കിതാബ്, മക്നൂനായ ഒരു കിതാബ്. ഇബ്നു കസീർ അതിനെക്കുറിച്ച് പറയുന്നു, മക്നൂൻ ഐ മുഅല്ലം, മഹത്തായ കിതാബിലുള്ളതാണ്. ഫീ കിതാബിൻ മുഅല്ലമിൻ മഹ്ഫൂദിൻ മുവഖ്ഖറിൻ, സംരക്ഷിക്കപ്പെട്ട വലിയ വഖാറുള്ള ഗാംഭീര്യമുള്ള മഹത്തരമായ ഗ്രന്ഥം. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ളതാണിത്. അല്ലാഹു എല്ലാം ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഉമ്മുൽ കിതാബ്, എല്ലാം അതിലേക്ക് മടങ്ങുന്നു. അല്ലാഹു പേനയെ സൃഷ്ടിക്കുകയും എന്നിട്ട് അതിനോട് എഴുതാൻ പറയുകയും ചെയ്തു. അവന്റെ കലമിനെ അവൻ സൃഷ്ടിച്ചു, എന്നിട്ട് അതിനോട് എഴുതാൻ പറഞ്ഞു. എവിടെയാണ് എഴുതിയത്? ലൗഹുൽ മഹ്ഫൂദിൽ. എന്താണ് എഴുതിയത്? മഖാദിറുൽ ഖൽഖ്, പടപ്പുകളുടെ എല്ലാം കണക്ക്, അവരുടെ വിധി. ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള ഖുർആൻ, അതിലുള്ളതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ. അതിൽ ഖുർആനുണ്ട്, അള്ളാഹു അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹു അതിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ എന്നും കിതാബ് എന്നും അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ഖുർആനിൽ പരാമർശിച്ചത് കാണാം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. അതുപോലെ ഖുർആൻ ഈ ആയത്തിലുള്ളതുപോലെ ഇന്നഹു ലഖുർആനുൻ കരീം, ഖുർആൻ എന്നും കിതാബ് എന്നും ഖുർആനിനെ കുറിച്ച് ആയത്തിലും ഹദീസിലും കാണാം. ഖുർആൻ എന്ന അർത്ഥം സൂചിപ്പിക്കുന്നത് വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലാണ്, പാരായണം ചെയ്യപ്പെടുക. കിതാബ് എന്ന അർത്ഥം സൂചിപ്പിക്കപ്പെടുന്നത്, കിതാബ് എന്ന അർത്ഥം കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് എഴുതി രേഖപ്പെടുത്തപ്പെട്ടതിനെ കുറിച്ചാണ്. ഖുർആൻ മഖ്റൂഉമാണ്, മക്തൂബുമാണ്. ഖുർആൻ മഖ്റൂഉമാണ്, മക്തൂബുമാണ്. അഥവാ ഖുർആൻ പാരായണം ചെയ്യുന്നു ആളുകൾ, എഴുതി വെക്കുകയും ചെയ്യുന്നു, എഴുതി സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് രൂപത്തിലാണ് അള്ളാഹു അവന്റെ കലാമിനെ സംരക്ഷിക്കുക. ഈ രണ്ട് രൂപത്തിലാണ് അള്ളാഹു അവന്റെ കലാമിനെ സംരക്ഷിക്കുക. ഫിസ്സുദൂർ വഫിസ്സുതൂർ, ഫിസ്സുദൂരി വഫിസ്സുതൂർ, ഒന്ന് ഹൃദയങ്ങളിൽ, പിന്നെ ഒന്ന് അസ്സുതൂർ, എഴുതി വെക്കപ്പെട്ട കടലാസുകളിൽ. നോക്കൂ, ഖുർആൻ ഈ രണ്ടു നിലക്കും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് മുസ്ഹഫുകളിൽ മാത്രമല്ല ഉള്ളത്, എത്രയോ എത്രയോ അള്ളാഹുവിന്റെ ഖുർആൻ ഹിഫ്ളാക്കിയ ആളുകളുടെ ഹൃദയങ്ങളിലും ഖുർആനുണ്ട്. അതുപോലെ എത്രയോ എത്രയോ കിതാബുകളിൽ, മുസ്ഹഫുകളിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് രൂപത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സംരക്ഷിച്ചിരിക്കുന്നു. എന്തിനാണത്? അൻ തദില്ല ഇഹ്ദാഹുമാ ഫതുദക്കിറ ഇഹ്ദാഹുമാ അൽ-ഉഖ്റാ, ഒന്ന് തെറ്റിപ്പോയാൽ മറ്റേത് ഓർമ്മപ്പെടുത്തും, ശരിയാക്കും. ഹൃദയത്തിലുള്ളത് പഠിച്ചവന് വല്ല അബദ്ധവും സംഭവിച്ചാൽ അത് എഴുതി വെച്ച മുസ്ഹഫ് നോക്കി അതിൽ ശരി ഏതാണെന്ന് മനസ്സിലാക്കാം. എഴുതുന്നതിൽ, അച്ചടിക്കുന്നതിൽ വല്ല പിശകും സംഭവിച്ചാൽ പഠിച്ചവനത് മനസ്സിലാവും, ഇത് തെറ്റാണുള്ളത്. ഇങ്ങനെ രണ്ട് രൂപത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഖുർആൻ സംരക്ഷിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഖുർആൻ അവൻ പഠിക്കാൻ എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. എത്രയോ എത്രയോ മുസ്ഹഫുകൾ ലോകത്തുണ്ട്. അതുപോലെ ഖുർആൻ പഠിച്ച എത്രയോ ആളുകളും ലോകത്തുണ്ട്. അള്ളാഹു ഈ രണ്ട് വഴിക്കും ഇതിനെ സംരക്ഷിക്കും. ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ. അതുകൊണ്ടാണ് ഈ രണ്ടുപേരും ഖുർആനിനെ കുറിച്ച് ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ഖുർആൻ, മറ്റൊന്ന് കിതാബ്. ഖുർആൻ
കിതാബ്. ഖുർആൻ സൂചിപ്പിക്കുന്നത് പൊതുവെ വായിക്കപ്പെടുക എന്ന അർത്ഥമാണ്. അതിലൂടെ പ്രതിഫലിക്കുന്നത് ആ അർത്ഥമാണ്. കിതാബ് എന്ന വാക്കിൽ കൂടുതൽ പ്രതിഫലിക്കുന്നത് ഏതർത്ഥമാണ്? എഴുതി വെച്ചത് എന്ന അർത്ഥത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിട്ടുണ്ട്, ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ്, ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ്. നിങ്ങൾ ഇൽമ എഴുതി സൂക്ഷിക്കുക, എഴുതി നിങ്ങൾ അതിന് സംരക്ഷണം നൽകുക. എഴുതിയാൽ പാഴായി പോവുകയില്ല, അത് നഷ്ടപ്പെടുകയില്ല. നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കാൻ സാധിക്കും എഴുതി വെച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് ഹദീസ് എഴുതി വെക്കുന്നത് വിലക്കിയിരുന്നു, മായ്ച്ചു കളയാൻ പറഞ്ഞിരുന്നു. അതെന്തിനാണ്? ആ ഖുർആനുമായി കൂടിക്കലർന്നു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ അനുവാദം നൽകുകയുണ്ടായി. ഖുർആൻ അല്ലാത്ത ഇൽമ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ എഴുതി വെച്ചിരുന്നു. നബിക്കത് അറിയാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പിൽക്കാലത്താണ്. ആദ്യകാലത്ത് ഖുർആൻ അല്ലാത്തത് എഴുതുക, ഹദീസ് എഴുതുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരുന്നു. പിന്നീട് അത് ഖുർആനുമായി കൂടിക്കലരുകയില്ല എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിക്കുകയുണ്ടായി. ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ലാ യമസ്സുഹു അത് സ്പർശിക്കുകയില്ല. ഇല്ലൽ മുതഹ്ഹറൂൻ പരിശുദ്ധരല്ലാതെ ശുദ്ധിയുള്ളവരല്ലാതെ അത് സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽ-ലൗഹുൽ മഹ്ഫൂസ്. ഖുർആൻ അല്ലാഹു രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂസ് അത് ആരെ സ്പർശിക്കൂ? ഏറ്റവും പരിശുദ്ധരായവർ മാത്രം, അഥവാ മലക്കുകൾ മാത്രം. ഇതാർക്കുള്ള മറുപടിയാണ്? ഇത് മുശ്രിക്കുകൾക്കുള്ള മറുപടിയാണ്. കാരണം മുശ്രിക്കുകൾ പറഞ്ഞു ഖുർആൻ ശൈത്താന്മാർ ഇറക്കിയതാണെന്ന്. എന്നാൽ അല്ലാഹു പറയുന്നു ഖുർആനിൽ പിശാചുക്കളുടെ യാതൊരു കൈകടത്തലുമില്ല. വമാ തനസ്സലത് ബിഹി ശയാത്തീൻ വമാ യൻബഗി ലഹും വമാ യസ്തതിഊൻ ഇന്നഹും അനി സമഇ ലമഅസൂലൂൻ. സൂറത്തു ശുഅറായിൽ അല്ലാഹു പറഞ്ഞു വമാ തനസ്സലത് ബിഹി ശയാത്തീൻ. ശൈത്താന്മാർ ഒരിക്കലും ഇതും കൊണ്ട് ഇറങ്ങിയിട്ടില്ല. വമാ യൻബഗി ലഹും അത് അവർക്ക് യോജിച്ചതല്ല. വമാ യസ്തതിഊൻ അത് അവർക്ക് സാധിക്കുകയുമില്ല. ഇന്നഹും അനി സമഇ ലമഅസൂലൂൻ. അല്ലാഹുവിന്റെ വിധി, അവന്റെ കലാം അത് കേൾക്കുന്നതിൽ നിന്ന്, അതുപോലെ മലക്കുകൾ അവന്റെ വിധിയെക്കുറിച്ച് അവന്റെ കൽപ്പനയെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്നതിൽ നിന്ന് അകറ്റപ്പെടുന്നവരാകുന്നു പിശാചുക്കൾ. ഇത് ആദ്യമായി ഈ ആയത്ത് ഖുർആൻ പിശാചുക്കളുടെ, മ്ലേച്ഛന്മാരായ പിശാചുക്കളുടെ കൈകടത്തൽ ഖുർആനിലുണ്ട് എന്ന് പറയുന്ന മുശ്രിക്കുകൾക്കുള്ള മറുപടിയാണ്. ഒരിക്കലുമില്ല. ഇന്നഹു ലഖുർആനുൻ കരീം, മഹത്തായ ആദരപൂർണമായ ഖുർആനാണിത്. ഫി കിതാബിൻ മക്നൂൻ, ഇത് സംരക്ഷിക്കപ്പെട്ട ഒരു കിതാബിൽ നിന്നുള്ളതാണ്, മഹത്തരമായ കിതാബിൽ നിന്ന്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ഇത് സ്പർശിക്കുകയില്ല ആരല്ലാതെ? പരിശുദ്ധരല്ലാതെ. അപ്പോൾ ഇതൊരു ഖബറാണ്. ഈ ആയത്ത് ഒരു ഖബറാണ്, ഒരു വിവരം നമുക്ക് പറഞ്ഞു തരികയാണ്. പക്ഷേ ഈ ഖബറിൽ ഒരു അംർ കിടപ്പുണ്ട്, ഒരു കൽപ്പന ഇതിലുണ്ട്. എന്താണത്? ഖുർആൻ പരിശുദ്ധരാണ് സ്പർശിക്കേണ്ടത്, പരിശുദ്ധരല്ലാതെ ഖുർആൻ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞത് മലക്കുകളെ കുറിച്ചാണ്. കാരണം എന്താണ്? ഇവിടെ ദുനിയാവിൽ മുസ്ലിമീങ്ങളല്ലാത്തവരും ഖുർആൻ മുസ്ഹഫ് സ്പർശിച്ചേക്കാം. മുസ്ലിമീങ്ങളിൽ തന്നെ പുറമേക്ക് ഇസ്ലാം അഭിനയിക്കുന്ന മുനാഫിഖുകൾ സ്പർശിച്ചേക്കും. നിഫാഖിന്റെ നജസ വരലുണ്ടല്ലോ, പാപികൾ അവർ സ്പർശിക്കും. അപ്പോൾ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞത് മലക്കുകളെ കുറിച്ചാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ എന്ന വാക്ക് ഖുർആനിൽ പറയാത്തൊരു വാക്കൊന്നുമല്ലല്ലോ, ഖുർആനിൽ അല്ലാഹു പ്രയോഗിക്കാത്തൊരു വാക്കൊന്നുമല്ല. ഇവിടെ ഖുർആനിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ തഹാറ, അവരുടെ ശുദ്ധി അല്ലാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. ലാ യമസ്സുഹു ഇല്ലൽ മലായിക എന്ന് പറയാതെ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ,
പരിശുദ്ധരല്ലാതെ അത് സ്പർശിക്കുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞതിൽ ഒരു സൂചനയുണ്ട്. ഇൻഷാ അല്ലാഹ് അഥവാ അല്ലാഹുവിന്റെ കലാമായ മുസ്ഹഫ് അത് ശുദ്ധിയോടുകൂടിയാണ് സ്പർശിക്കേണ്ടത് എന്ന്. ഇബ്നു ഉമർ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് കാണാം സഹീഹ് മുസ്ലിമിൽ. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ യുസാഫറ ബിൽ ഖുർആനി ഇലാ അർദിൽ അദുവി മഖാഫത അൻ യനാലഹു അൽ അദു. ഖുർആനുമായി മുസ്ഹഫുമായി ശത്രുവിന്റെ നാട്ടിലേക്ക് സഞ്ചരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. ശത്രുവിന് അത് കിട്ടാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഖുർആനിനെ അവൻ അപമാനിക്കാതിരിക്കാൻ. ഖുർആനിനെ അപമാനിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് അവരുടെ നാട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ അതുകൊണ്ട് ചെല്ലാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. ആ നജസിന്റെ ആളുകൾ അത് തൊടാതിരിക്കാൻ. അതുപോലെ അംർ ഇബ്നു ഹസ്ം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നു ഹസ്മിനെ അയച്ച എഴുത്തിൽ കാണാം അല്ലാ യമസ്സൽ ഖുർആന ഇല്ലാ താഹിർ. അല്ലാ യമസ്സൽ ഖുർആന ഇല്ലാ താഹിർ. താഹിർ അല്ലാതെ പരിശുദ്ധി ഉള്ളവനല്ല ശുദ്ധി ഉള്ളവനല്ലാതെ ഖുർആൻ സ്പർശിക്കരുത്. ഈ ഹദീസ് ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിച്ചത് കാണാം. വേറെയും സനദുകൾ ഇതിന് വന്നിട്ടുണ്ട്. ഖുർആൻ താഹിറല്ലാതെ സ്പർശിക്കരുത്. അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ ഈ ആയത്തിന്റെ വെളിച്ചത്തിലും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും ഈ ആയത്ത് നൽകുന്ന സൂചനയുടെ വെളിച്ചത്തിലും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാം. മുസ്ഹഫ് സ്പർശിക്കാൻ നമുക്ക് ശുദ്ധി വേണം. ശുദ്ധി എന്നാൽ രണ്ടുണ്ട്. ഒന്ന് വലിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധി, രണ്ട് ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധി. വലിയ അശുദ്ധി അതുള്ളവർ മുസ്ഹഫ് തൊടാൻ പാടില്ല. വലിയ അശുദ്ധി ഉള്ളവർ മുസ്ഹഫ് തൊടാൻ പാടില്ല. എന്തൊക്കെയാണ് വലിയ അശുദ്ധി? ജനാബത്ത് വലിയ അശുദ്ധിയാണ്. ജനാബത്തുള്ളവൻ മുസ്ഹഫ് തൊടാൻ കുളിക്കണം. മുസ്ഹഫ് തൊടാതെ ഖുർആൻ ഓതാനും കുളിക്കണം. ജനാബത്തുകാരൻ മുസ്ഹഫിൽ നിന്ന് ഖുർആൻ ഓതാനും കുളിക്കണം. അതുപോലെ മുസ്ഹഫിൽ നിന്നല്ലാതെ ഖുർആൻ ഓതാനും കുളിക്കുക തന്നെ വേണം. കാരണം ജനാബത്തുകാരനെ ജനാബത്തിൽ നിന്ന് ഒഴിവാകാൻ, വലിയ അശുദ്ധിയിൽ നിന്ന് ഒഴിവാകാൻ വേറെ ആരെയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. സ്ത്രീകളെ പോലെ ഹൈദ് നിൽക്കാൻ കാത്തിരിക്കേണ്ടതില്ല. അവന് വിചാരിച്ച കുളിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കുളിച്ചിട്ടാണ് മുസ്ഹഫ് തൊട്ടോ തൊടാതെയോ ഖുർആൻ ഓതേണ്ടത്. എന്നാൽ ദിക്റുകൾ ചൊല്ലുന്നത് കൊണ്ട് വിരോധമില്ല. ദിക്റുകൾ ചൊല്ലുന്നത് കൊണ്ട് വിരോധമില്ല. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാനി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അവസ്ഥയിലും അല്ലാഹുവിനെ ദിക്ർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് വലിയ അശുദ്ധിയിലുള്ളവൻ ഖുർആൻ ഓതേണ്ടത് കുളിച്ചിട്ടാണ്, മുസ്ഹഫിൽ നിന്നാണെങ്കിലും അല്ലെങ്കിലും. വലിയ അശുദ്ധിയുള്ളവൻ വേഗം കുളിക്കലാണ് നല്ലത്. വേഗം കുളിക്കലാണ് നല്ലത്. വേഗം കുളിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വുദു എങ്കിലും ചെയ്യുക. വുദു എങ്കിലും ചെയ്യുക. കാരണം വുദു ചെയ്താൽ അവന്റെ അശുദ്ധി ഭാഗികമായി നീങ്ങി. ഭാഗികമായി അവന്റെ അശുദ്ധി നീങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് വുദു. ഇപ്പൊ രാത്രി ഒരാൾക്ക് ജനാബത്തുണ്ടായി, അയാൾ വുദു ചെയ്ത് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് അയാൾ കുളിച്ചു. കുളിക്കുമ്പോൾ വുദുവിന്റെ അവയവങ്ങൾ കഴുകിയില്ല എന്ന് കൂട്ടിക്കോ. ബാക്കി ഭാഗങ്ങൾ കഴുകിയാൽ അയാളുടെ കുളി സഹിഹാണ്, കുളി ശരിയായിട്ടുണ്ട്, മതിയാകും. ഉറങ്ങിയത് കൊണ്ട് നിസ്കരിക്കണമെങ്കിൽ വേറെ വുദു എടുക്കണം എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ വുദു കുളിച്ചാൽ ബാക്കി ഭാഗം കുളിച്ചാൽ തന്നെ മതിയാകും. കുളിയിൽ എന്തില്ല? കുളിയിൽ അത് വഴിക്ക് വഴിയായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് തുടരെയായിരിക്കണം എന്നത് കുളിയിൽ നിർബന്ധമില്ല. മുവാലാത്ത് നിർബന്ധമില്ല. എന്നാൽ വുദൂഇൽ മുവാലാത്ത് നിർബന്ധമുണ്ട്. മുഖം കഴുകി പോയി അരമണിക്കൂർ കഴിഞ്ഞിട്ട് കൈ കഴുകിയാൽ പോരാ.
അപ്പൊ വുദു ആദ്യം തന്നെ തുടങ്ങണം. വുദു എടുത്തു, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവൻ ഒരു അവയവം കഴുകിയില്ല എന്ന് കാണുന്നത്. അപ്പൊ അതിൽ നിന്ന് വുദു എടുക്കണം. എന്നാൽ കുളിയിൽ അങ്ങനെയില്ല. കുളിയിൽ മുവാലാത്ത് നിർബന്ധമില്ല. അഥവാ കഴുകി വേണമെങ്കിൽ കുറച്ചേരം കഴിഞ്ഞിട്ട് ബാക്കി കുടിക്കാം. അതുകൊണ്ടുള്ള ഉപകാരം എന്താണ്? അതുകൊണ്ടുള്ള ഉപകാരം, വലിയ ഉപകാരം എന്താണ്? ഒരാൾ കുളിച്ചു കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് തോർത്തി കയറിയതിനു ശേഷമാണ് ശരീരത്തിൽ ഒരു ഭാഗം നനഞ്ഞിട്ടില്ല എന്ന് കണ്ടത്. മുവാലാത്ത് നിർബന്ധം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടുവരും? അത് ഒന്നുകൂടി കുളിക്കേണ്ടി വരും. അത് വേണ്ടല്ല. അൽഹംദുലില്ലാഹ്, ആ ഭാഗം മാത്രം കഴുകിയാൽ കുളി ശരിയായി. അപ്പോൾ പറഞ്ഞു വന്നത് ജനാപത്തിൽ നിന്ന് വേഗം ഒഴിവാകലാണ് നല്ലത്. ഒരാൾ ജനാപത്തുകാരനായി ഉറങ്ങിയാൽ അയാൾക്ക് കുറ്റമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. പക്ഷേ വുദുവെങ്കിലും ചെയ്ത് ഉറങ്ങലാണ് നല്ലത്. അതുപോലെ ഹൈദുള്ള സ്ത്രീകൾ, ഹൈദോ നിഫാസുള്ള ആർത്തവമോ പ്രസവരക്തമോ ഉള്ള സ്ത്രീകൾ, അവർ മുസ്ഹഫിൽ നിന്ന് ഖുർആൻ ഓതാൻ പാടില്ല. മുസ്ഹഫ് കൈ സ്പർശിക്കാൻ പാടില്ല. മറിച്ച് മുസ്ഹഫിൽ നിന്നല്ലാതെ ഹൈഫിൽ നിന്ന് ഖുർആൻ അവർക്ക് പാരായണം ചെയ്യാം. ഹൈഫിൽ നിന്ന് അവർക്ക് ഖുർആൻ പാരായണം ചെയ്യാം. അതും പാടില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. പക്ഷേ വല്ലാഹു അലം, അതിൽ കൂടുതൽ ശരിയായ അഭിപ്രായം മുസ്ഹഫിൽ നിന്നല്ലാതെ ഓതാം, മനസ്സിൽ നിന്ന് ഓതാം. അതുപോലെ മുസ്ഹഫ് അല്ലാത്ത മറ്റ്, ഇപ്പൊ മൊബൈൽ പോലെ, അതിൽ നിന്ന് ഓതാം, കുഴപ്പമില്ല. അതുപോലെ ഖുർആന്റെ പരിഭാഷ പോലെ തഫ്സീർ പോലെയുള്ള ഗ്രന്ഥങ്ങൾ അത് കയ്യിൽ പിടിക്കാം. കാരണം അത് മുസ്ഹഫ് അല്ല, അതിൽ മറ്റുള്ളതും കൂടി വന്നതുകൊണ്ട് അത് മുസ്ഹഫ് അല്ല. എന്നാൽ മുസ്ഹഫ് നിന്ന് ഓതണമെങ്കിൽ അത് മുസ്ഹഫ് തൊടാൻ ആർത്തവമോ പ്രസവരക്തമുള്ള സമയത്ത് സ്ത്രീകൾക്ക് പാടില്ല. വല്ല അത്യാവശ്യം തൊടേണ്ടി വന്നാൽ തുണിയോ മറ്റോ കയ്യിൽ കൂട്ടിപ്പിടിച്ച് നേരെ കൈകൊണ്ട് തൊടാതെ സ്പർശിക്കുക, നേരെ കൈകൊണ്ട് എടുക്കാതെ തൊടുക. ഇതാണ് വലിയ അശുദ്ധിയും ഖുർആൻ പാരായണവും സംബന്ധിച്ച് പറയാനുള്ളത്. ഇനിയുള്ളത് ചെറിയ അശുദ്ധിയാണ്, വുദു. വലിയ അശുദ്ധിയല്ല, പക്ഷെ ചെറിയ അശുദ്ധിയുണ്ട്. വുദു ഇല്ല. വുദു ഇല്ലാതെ മുസ്ഹഫ് തൊടാമോ? വുദു ഇല്ലാതെ മുസ്ഹഫിൽ നിന്ന് ഓതാമോ? പാടില്ല. വുദു എടുത്തിട്ടാണ് മുസ്ഹഫ് തൊടേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വുദുവോടെയാണ് മുസ്ഹഫ് തൊടേണ്ടത്. വുദു എടുത്തിട്ടാണ് മുസ്ഹഫിൽ നിന്ന് ഓതേണ്ടത്. വുദു ഇല്ലാതെ മുസ്ഹഫിൽ നിന്ന് ഓതുന്നത് ശരിയല്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുപോലെ മുസ്ഹഫ് അല്ലാത്തതിൽ നിന്ന് ഓതാം, ഹൈഫിൽ നിന്ന് ഓതാം, മനസ്സിൽ നിന്ന് മനഃപ്പാടമുള്ളത് ഓതാം. അതുപോലെ മൊബൈൽ പോലെയുള്ള ഉപകരണങ്ങളിൽ നിന്ന് ഓതാം. അതല്ലെങ്കിൽ മുസ്ഹഫിന്റെ പരിധിയിൽപ്പെടാത്ത തഫ്സീർ പോലെ, പരിഭാഷകൾ പോലെ, മുസ്ഹഫ് അല്ലാത്ത മറ്റു വല്ലതും അതിന്റെ കൂടെ ഉണ്ട്. മറ്റു ഭാഷ, ഖുർആന്റെ അർത്ഥം, അതിന് ഖുർആന്റെ ഹുക്മില്ല, അതിനൊരിക്കലും ഖുർആന്റെ ഹുക്മില്ല. പരിഭാഷ ഇങ്ങനെ ഈണത്തിൽ ഓതുക വരെ ചെയ്യുന്ന ചില മിസ്കീനുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അറിവില്ലാത്തത് കൊണ്ടാണ്. അവരുടെ വിചാരം അങ്ങനെ അത് ഒരു ഈണത്തിൽ വായിച്ചാൽ, അല്ലെങ്കിൽ ഒരു വായോണ്ട് ഇങ്ങനെ വായിച്ചാൽ ഖുർആൻ ഓതി പോലെ. ഒരിക്കലും അല്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഖുർആനല്ലാത്ത മറ്റു വല്ലതിലും വിശ്വസിച്ചാൽ ഇസ്ലാമിന് പുറത്താണ്. പണ്ട് അസംസ്കാര രീതിയിലെ എന്ത് ഖുർആൻ പരിഭാഷ കുഫറും മതനിഷേധവുമാണ്. ഖുർആൻ പരിഭാഷ എഴുതിയ വകയിൽ കുട്ടനാട് മുസ്ലിയാർ കാഫറും മുർത്തദ്ദുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അത് എപ്പോഴാണ് കുഫറാവുക? ഖുർആൻ പരിഭാഷ എഴുതിയാൽ ഒരാൾ ഒരിക്കലും കാഫറാവുകയില്ല, നഊദു ബില്ലാഹ്. മറിച്ച് നല്ല ഉദ്ദേശത്തിൽ അത് ചെയ്താൽ അള്ളാഹു അത് സേവനമാണ്, അള്ളാഹുവിന്റെ ദീന് ചെയ്യുന്ന സേവനമാണ്. പക്ഷേ താൻ എഴുതി ഈ പരിഭാഷത്ത് ഖുർആന്റെ ഹുക്മുണ്ടെന്ന് പറഞ്ഞാലോ ഇസ്ലാമിന് പുറത്താണ്, കാഫറായി പോകും, നഊദു ബില്ലാഹ്. പരിഭാഷ നമുക്ക് വായിക്കാം. നല്ല സലീമായ അഖീദയുള്ള, നല്ല വിശ്വാസമുള്ള ആളുകൾ എഴുതിയ, അഹ്ലുസുന്നത്തിന്റെ ആളുകൾ എഴുതിയ പരിഭാഷ നമുക്ക് വായിക്കാം, പഠിക്കാം. മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ പോലെ, അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം പോലെ, അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകളുടെ പരിഭാഷ, അങ്ങനെയുള്ളത് വായിക്കാൻ പാടില്ല. അങ്ങനെയുള്ളത് വായിക്കാൻ പാടില്ല. മറിച്ച് നേരായതാണ് വായിച്ചു പഠിക്കേണ്ടത്.
അങ്ങനെ പറയല്ലേ, ഞാൻ എല്ലാം വായിച്ചിട്ട് എല്ലുള്ളതൊക്കെ വേർതിരിക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അതിന് നല്ലത് ആദ്യം വായിക്കണ്ടേ സഹോദര? ഇത് നല്ലതൊട്ടും പഠിച്ചിട്ടില്ല, ഹക്കൊന്നും ഇതുവരെ പഠിച്ച് വേണ്ടതൊന്നും പഠിച്ചിട്ടുമില്ല, കുറെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വളരെയധികം പേടിക്കേണ്ടതുണ്ട്. ബാത്തില് കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്താൽ ഖൽബ് മുഖേന തെറ്റിപ്പോകുന്നത്. സർവ്വഹരാദിയ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഖുർആൻ പരിഭാഷ എന്നാൽ അതിന്റെ ഹുക്ം ഇതാണ്. ഖുർആൻ പരിഭാഷയിൽ നിന്ന് വായിക്കാം, പക്ഷെ മരിക്കുന്നവരെ ഈ പരിഭാഷ വെച്ച് ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കലല്ല. നന്നായി അത് ഖുർആൻ അത് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം മനസ്സിലാകുന്ന രൂപത്തിൽ പഠിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ പരിഭാഷ വേണ്ടി വരികയില്ല. പരിഭാഷ കൊണ്ട് വലിയ ഉപകാരം ഉള്ളത് ആർക്കാണത്? ദഅവത്തിന് വേണ്ടിയാണ്. മുസ്ലിമീങ്ങളെ അല്ലാത്ത ആളുകളെ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വളരെ ഉപകാരപ്രദമാണ് അള്ളാഹുവിന്റെ കലാമിന്റെ പരിഭാഷ. അതിലെ ആശയങ്ങൾ അത്രയും മഹത്തരമായതുകൊണ്ട് അതേത് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാലും അള്ളാഹുവിന്റെ കിതാബിന്റെ വെളിച്ചം, അതിന്റെ ഒരു വെളിച്ചം, അതിലേക്ക് അവന് വഴി നടക്കാൻ അത് സഹായകമാകും ഇൻഷാ അല്ലാഹ്. അല്ല, ഖുർആൻ അർത്ഥമറിയാതെ നന്നായി പാരായണം ചെയ്യുന്ന പാരായണം കേട്ടുവരെ അർത്ഥമറിയാഞ്ഞിട്ട് പോലും അത് കേട്ട് ഇസ്ലാമിനോട് താല്പര്യമുണ്ടായ ആളുകളുടെ കഥകൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഇത് അള്ളാഹുവിന്റെ കലാമാണ്, അതിന് പ്രത്യേകതയുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, وإن استجارك أحد من المشركين فأجره حتى يسمع كلام الله ثم أبلغه مأمنه. മുശ്രിക്കുകളിൽ വല്ലവരും കാഫറുകളിൽ വല്ലവരും നബിയെ താങ്കളോട് അഭയം തേടി വന്നാൽ താങ്കൾ അയാൾക്ക് അഭയം കൊടുക്കുക. അള്ളാഹുവിന്റെ കലാം അവൻ കേൾക്കാൻ വേണ്ടി. അള്ളാഹുവിന്റെ കലാം അവൻ കേൾക്കട്ടെ. അള്ളാഹുവിന്റെ കലാം കേട്ടാൽ ഹൃദയത്തിൽ മാറ്റമുണ്ടാകും ഇൻഷാ അല്ലാഹ്. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഞാൻ കാഫിറായി നബിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സൂറത്തു തൂർ ഓതുന്നു. വത്തൂർ വകിതാബിൻ മസ്തൂർ ബിറഖിൻ മൻശൂർ വൽബൈത്തിൽ മഅമൂർ. അങ്ങനെ أم خلقوا من غير شيء أم هم الخالقون أم خلقوا السماوات والأرض بل لا يوقنون എന്നീ ആയത്തുകളെത്തി. അവർ ഒന്നുമില്ലാത്തതിൽ നിന്ന് പടക്കപ്പെട്ടതാണോ, അല്ല അവർ തന്നെയാണോ ഖാലിഖുകൾ, പടച്ചവർ എന്ന് തുടങ്ങിയുള്ള ആയത്തുകളെത്തി. അപ്പോൾ കാദ ഖൽബി യതീർ, എന്റെ ഹൃദയം അതതിന്റെ സ്ഥാനത്ത് നിന്ന് പാറിപ്പോയേക്കുമോ എന്നെനിക്ക് തോന്നിപ്പോയി. അങ്ങനെ ഇസ്ലാം കേട്ട ആളുകൾ, ഇസ്ലാമിലേക്ക് വന്ന എത്ര ആളുകൾ ഖുർആൻ കേട്ട്, ചില ആളുകൾ പറയാറുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ ചില ആളുകൾ മുസ്ലിമീങ്ങളാകാണ്ട് അവരുടെ കാരണം ഖുർആനിൽ നിന്ന് ഒരു ശകലം കേട്ടത്. അൽഹാകുമുത് തകാസുർ എന്നൊരു സൂറത്ത് കൊണ്ട് മാത്രം ഇസ്ലാം സ്വീകരിച്ച ആളുകൾ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന മഹത്തായൊരു ഖുർആനിലെ ചെറിയ സൂറത്ത്. ഇങ്ങനെയാണ് ഖുർആനിന്റെ കാര്യം. അപ്പോൾ പറഞ്ഞു വന്നത്, ഖുർആൻ അത് മുസ്ഹഫിൽ നിന്ന് പാരായണം ചെയ്യാൻ, മുസ്ഹഫ് തൊടാൻ വുദു വേണ്ടതാണ്. അതിലൊരു അലംഭാവം പൊതുവെ നമ്മുടെ നാട്ടിലെ മുവഹിദുകളായ ആളുകൾക്കിടയിൽ കാണാറുണ്ട്. അത് ശരിയല്ല. വുദു എടുത്തിട്ടാണ് മുസ്ഹഫിൽ നിന്ന് ഓതേണ്ടത്. എന്നാൽ വുദു ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇതുവരെയുള്ള ഓത്ത് ആരും നിർത്തേണ്ടതില്ല. നമുക്ക് അതല്ല, മുസ്ഹഫിൽ നിന്നല്ലാതെയും ഓതാമല്ലോ. ഓത്ത് നടക്കുക, അത് മുടങ്ങരുത്. വുദു എടുക്കുക വലിയ പ്രതിഫലമുള്ള കാര്യമല്ലേ വുദു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, ഓരോ അവയവം കഴുകുമ്പോഴും പാപങ്ങൾ ഒലിച്ചിറങ്ങി പോകും. നഖത്തിനടിയിലൂടെ വെള്ളം ഇറ്റുന്നതിനനുസരിച്ച് പാപങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് കുറെ വെള്ളം ഉപയോഗിക്കണമെന്നില്ല, വെള്ളം ഇറ്റാലും ഇറ്റിയിട്ടില്ലെങ്കിലും ശരി, വുദു കൊണ്ട് പാപങ്ങൾ ഇല്ലാതാകും, മായ്ക്കപ്പെടും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ് കേട്ടിട്ടില്ലേ? ആരെങ്കിലും നേർക്കുനേരെ വുദു ചെയ്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടും. അവൻ ഉദ്ദേശിക്കുന്നതിലൂടെ പ്രവേശിക്കാം. ഒരൊറ്റ വുദുവിന്റെ പ്രതിഫലമാണ്, ഒരൊറ്റ വുദുവിന്റെ പ്രതിഫലം. വേറെ റിവായത്തുകളിൽ അതിന്റെ കൂടെ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ എന്നുകൂടി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ചൊല്ലിയാൽ തന്നെ ഇതാണ് പ്രതിഫലം, വുദുഇന്റെ പ്രതിഫലമാണിത്. സുബ്ഹാനല്ലാഹ്.
അതുകൊണ്ട് വുദു എടുത്തുകൊണ്ട് യാതൊരു നഷ്ടമില്ല. വുദു മുസ്തഖില്ലൻ ഒരു ഇബാദത്താണ്. വുദു സ്വതന്ത്രമായ ഒരു ഇബാദത്താണ്. വുദു നമ്മൾ പലതും ചെയ്യാൻ വേണ്ടിയാണ് വുദു എടുക്കുന്നത്. നിസ്കരിക്കാൻ, മുസ്ഹഫിൽ നിന്ന് പാരായണം ചെയ്യാൻ, അതുപോലെ മറ്റുള്ള പല കാര്യങ്ങൾക്ക് വുദു ചെയ്യും. പക്ഷെ വുദു തന്നെ ഒരു ഇബാദത്താണ്. അതുകൊണ്ട് വുദു എടുക്കാൻ പഠിക്കണ്ട. ഇനി വുദു എടുക്കാൻ വല്ല പ്രയാസവും തോന്നിയാൽ ഓത്ത് അതുകൊണ്ട് മുടക്കണ്ട. മൊബൈലിൽ നിന്ന് ഓതാം, അതുപോലെ തഫ്സീറുകളിൽ നിന്ന് പരിഭാഷകളിൽ നിന്നൊക്കെ ഓതാം. മുസ്ഹഫ് മാത്രമുള്ള ഈ മുസ്ഹഫിൽ നിന്ന് ഓതാൻ വുദു വേണം. ഈ ആയത്തിന്റെ വെളിച്ചത്തിലും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ എഴുത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലാഹു പറയുന്നു, തൻസീലു മിർ റബ്ബിൽ ആലമീൻ, തൻസീലു മിർ റബ്ബിൽ ആലമീൻ. ഈ ഖുർആൻ തൻസീൽ, ഇത് ഇറക്കപ്പെട്ടതാണ്. മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൽ നിന്ന്. തൻസീൽ എന്ന് പറഞ്ഞതിൽ തെളിവുണ്ട്. ലഉലുവില്ലാഹ്, അല്ലാഹു എല്ലാത്തിനും മുകളിലാണുള്ളത്. ഏഴാകാശങ്ങൾക്കും മുകളിലാണ് റബ്ബ്. അതുകൊണ്ടാണ് ഖുർആൻ അവനിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ടുള്ളത്. റബ്ബുൽ ആലമീനായ അല്ലാഹുവിൽ നിന്ന് അവതരിച്ചതാണ് ഈ ഖുർആൻ. അല്ലാഹു ചോദിക്കുന്നു, അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ചോദ്യമാണ്! എത്ര ചിന്തിക്കാനുണ്ട് ഈ ആയത്തിൽ. അഫബിഹാദൽ ഹദീസി, ഈ വർത്തമാനത്തെ കുറിച്ചാണോ അൻതും മുദ്ഹിനൂൻ, ഈ വർത്തമാനമാണോ നിങ്ങളൊന്ന് മയപ്പെടുത്താൻ നോക്കുന്നത്? ഖുർആൻ തൻസീലു മിർ റബ്ബിൽ ആലമീനാണ്. അത് പറയാൻ ഒരു മടിയും, ഖുർആനിലേക്ക് ക്ഷണിക്കാൻ, ഖുർആൻ ജനങ്ങളോട് പറയാൻ ഒരു അപകർഷതാബോധവും നമുക്ക് തോന്നേണ്ടതില്ല. അഭിമാനമാണ് വേണ്ടത്. മുദാഹന എന്ന് പറഞ്ഞാൽ എന്താണ്? സോപ്പടിക്കുക, മയപ്പെടുത്തുക. ഈ വർത്തമാനത്തിനാണോ നിങ്ങൾ മുദാഹന നടത്തുന്നതാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇസ്ലാം എന്തല്ല, അത് മുദാഹന നടത്താനുള്ളതല്ല. അത് സരീഹൻ, വ്യക്തമായി ഏറ്റവും നല്ല രൂപത്തിൽ പറയാനുള്ളതാണ്. അതിലൊന്നും തന്നെ എന്തില്ല, ആളുകളോട് പറയാൻ കൊള്ളാത്തതായില്ല. ഇന്നത് ഇന്ന സമയത്താണ് പറയേണ്ടത്, ശരി, അതിൽ സംശയമില്ല. പക്ഷെ ഇസ്ലാമിൽ ഒന്നുപോലും പറയാൻ കൊള്ളാത്തതായില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് എത്ര തുറന്നാണ് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാൻ, അപ്പോൾ ഒരാൾ വന്നിട്ട് ഒട്ടകത്തിന് പിടിച്ചു. എന്നിട്ട് അബൂ സഹാബത്ത് ചോദിച്ചു, എന്താണ്? മാലഹു മാലഹു. അപ്പൊ നബി പറഞ്ഞു, അറബുൻ മാലഹു, അയാൾക്ക് ഒരാവശ്യമാണ്. അയാൾക്ക് എന്താണ്? അയാൾക്ക് ഒരാവശ്യമാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നബി എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ പ്രാഥമിക കാര്യങ്ങൾ, നിസ്കാരം, ഷഹാദത്ത് പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇസ്ലാമിന്റെ പ്രാഥമികമായ കാര്യങ്ങൾ. ഇസ്ലാമിലെ 5 ഇസ്ലാം കാര്യങ്ങൾ, ഇസ്ലാമിന്റെ എല്ലാ നന്മയും അതിൽ തന്നെയുണ്ട്. ഒന്നാമത്തെ ഷഹാദത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. ഇസ്ലാമിന്റെ മഹത്വം അതിൽ തന്നെയുണ്ട്. കാരണം എന്താ? അള്ളാഹുവിന്റെ പടപ്പുകളുടെ, നമ്മെ പോലുള്ള പടപ്പുകളുടെ അടിമയായിരിക്കുക എന്നത് നിന്ദതയാണ്, അത് അപമാനമാണ്. എന്നാൽ സഹോദര, ഓ മനുഷ്യ, നീ ആരാധിക്കേണ്ടത് ഒരു പടപ്പിനെ, നിന്റെ സ്രഷ്ടാവായ റബ്ബ്, 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്നെ നിയന്ത്രിക്കുന്ന റബ്ബിന് മുന്നിലല്ലാതെ നീ തലകുനിക്കേണ്ടതില്ല. ഇതിൽ പരം ഇജ്ജത്ത് എന്താ ഉള്ളത്, അന്തസ് എന്താ ഉള്ളത്? അത് തന്നെ ഇസ്ലാമിന്റെ നന്മകളിൽ വലിയ നന്മയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ ആരെ അനുസരിക്കണം? അള്ളാഹു അയച്ച റസൂലിനെ. റബ്ബുൽ ആലമീനായ അള്ളാഹു നിയോഗിച്ചയച്ച റസൂലാണ് നിന്റെ നേതാവ്, വേറെ ആരുമല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് മാത്രമാണ് അനുസരിക്കൽ നിർബന്ധം, മറ്റൊരാളുടെ വാക്കും അനുസരിക്കൽ നിർബന്ധമില്ല. ഒരാളുടെ വാക്കും അത് അനുവദനീയമേ ആവുകയുള്ളൂ, മറ്റാരുടെ വാക്കും എന്ത് ആയാൽ തന്നെ, അനുസരിക്കേണ്ടി വന്നാൽ തന്നെ. പിന്നെ ബാക്കി ഒക്കെ നമ്മൾ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനോട് യോജിച്ചാൽ മാത്രമാണ് അനുസരിക്കുക. നബിയുടെ വാക്കിനെയാണ് അനുസരിക്കുന്നത്, ആളെയല്ല. എത്ര വലിയ സ്വാതന്ത്ര്യമാണിത്, എത്ര വലിയ അഭിമാനമാണിത്. ഇപ്പൊ നോക്കൂ, 2 ഷഹാദത്തിന്റെ കാര്യം തന്നെ ഇങ്ങനെ. ബാക്കിയെല്ലാം 5 നേരം നിസ്കരിക്കുക, എത്ര നല്ല കർമ്മമാണിത്. അള്ളാഹുവിന് മുന്നിൽ സുജൂദ് ചെയ്യുക, അവനുമായുള്ള ബന്ധം, അതാണ് സലാത്ത്. സില എന്ന വാക്കിൽ നിന്നാണ് സലാത്ത് ഉണ്ടായത്. സിലത്ത് എന്ന് പറയുന്ന ബന്ധമാണ്. ആരുമായുള്ള ബന്ധം? അള്ളാഹുമായുള്ള ബന്ധം. സക്കാത്ത്, അതിന്റെ നന്മകളെ കുറിച്ച് പറയേണ്ടതുണ്ടോ?
നോമ്പ് അത് എത്രയാണ് അതിന്റെ നന്മ? വർഷത്തിൽ ഒരു മാസം അതാ റബ്ബിനു വേണ്ടി നാം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു. വലിയ സ്വാതന്ത്ര്യമാണ് അതിലുള്ളത്. അതുപോലെ അള്ളാഹുവിന് വേണ്ടി എങ്ങനെയാണ് റബ്ബിനെ അനുസരിക്കേണ്ടത് എന്നതിനുള്ള വലിയ പരിശീലനമാണ് അതിലുള്ളത്. ഹജ്ജ് മുസ്ലിമീങ്ങളെല്ലാവരും ഒരു വ്യത്യാസവുമില്ലാതെ അവിടെ ഒരുമിച്ച് കൂടുന്നവരെല്ലാം ഒരു വേഷത്തിൽ ഒരു വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ഒരേ രൂപത്തിൽ റബ്ബിന്റെ അടിമകളായി ഒരുമിച്ച് കൂടുന്നു. എല്ലാ ഇബാദത്തുകളും ഏറ്റവും നല്ലത്, എല്ലാ നിയമങ്ങളും ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇസ്ലാം എന്തല്ല മുദാഹന നടത്താനുള്ളതല്ല, മുദാറാത്താവാം, മുദാഹന പാടില്ല. എന്താണ് മുദാറാത്ത്? മുദാറാത്ത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ദുനിയാവിന്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരാൾ, അയാൾ ആ പ്രയാസം ആണ് അയാളെ ഇസ്ലാമിൽ നിന്ന് തടയുന്നത് എങ്കിൽ നമുക്ക് ആ ദുനിയാവ് ഒരൽപ്പം കൊടുക്കാം, എന്നിട്ട് അത് മുഖേന നമുക്ക് ദീൻ നേർക്ക് നേരെ പറയാം. ദുനിയാവ് കൊടുത്തിട്ട് ദീൻ പറയുക, മുദാറാത്ത്, അത് അതിൻ്റെതായ സന്ദർഭങ്ങളിലാവാം. തിരിച്ചു പാടില്ല. എന്ത്? ദുനിയാവ് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി, ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീൻ ഒഴിവാക്കുക. ഇതെന്താണ് ചെയ്യുന്നത്? ദീനിന് വേണ്ടി നമ്മൾ ദുനിയാവിന്റെ കാര്യങ്ങൾ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുകയാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഈ ഹലാലായ കാര്യങ്ങൾ കുറച്ച് വിട്ടുകൊടുത്തേക്കുക, എങ്കിൽ നീ കൽപ്പിക്കുന്ന നല്ല കാര്യങ്ങൾ അവർ നിന്നനുസരിക്കും. ഇത് എല്ലാം ഒന്നും പറ്റൂല എന്ന് പറയുന്ന ആളാണെങ്കിലോ, അപ്പൊ നമ്മൾ പറയുന്ന ദീന ഒരു വില വെക്കുക, ഇത് എന്ത് കാര്യം പറഞ്ഞാലും എന്ന് ആളുകൾ പറയും. അങ്ങനെയല്ല, മറിച്ച് ദുനിയാവിൽ സാധിക്കുന്ന ഹലാലുകളൊക്കെ, അനുവദനീയമായതൊക്കെ അതിന്റെ തോതിൽ ഹറാമിലേക്ക് പോകാത്ത നിലക്ക് അനുവദിച്ചു കൊടുക്കുക. അതിൽ വല്ലാത്ത കടുപ്പിടുത്തം പാടില്ല. എങ്കിൽ എന്തു പറ്റും? ദീൻ നമ്മൾ പറഞ്ഞാൽ വേഗം അനുസരിക്കും. കാരണം നമ്മൾ ദുനിയാവിൽ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ്. ദുനിയാവിൽ നമ്മൾ വീഴ്ച വരുത്താത്ത, അതിൽ പിശുക്ക് കാണിക്കാത്ത ആളാണ്. എങ്കിൽ ദീനിന്റെ കാര്യത്തിൽ സഹായിക്കും. ചില ആളുകൾക്ക് ഇതറിയില്ല, മുദാറാത്ത് തീരെ അറിയില്ല, ഇത് പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കപ്പെട്ടതൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രത്യേകമായി റസൂൽ അനുവദിച്ചു കൊടുത്ത എത്ര സംഭവങ്ങളുണ്ട്, ചിന്തിച്ചാൽ മനസ്സിലാവും. അതിന് മുദാറാത്ത് എന്നാണ് പറയുക. അത് അനുവദനീയം. ഇത് മുദാഹനയാണ്, പാടില്ല. അതെന്താ? ദീൻ അതൊന്ന് മയപ്പെടുത്തി പറയുക, അതിന്റെ അടിസ്ഥാന ആശയങ്ങളിൽ വെള്ളം ചേർക്കുക. എന്തിനു വേണ്ടി? ദുനിയാവിന്റെ സുഖം നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും പ്രയാസം പേടിച്ചിട്ട്. അങ്ങനെയല്ല. ശരിയാണ്, ദീൻ അതിൽ ഓരോ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്, ഓരോ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്. ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും കേൾക്കാത്ത എന്ന് പറഞ്ഞാൽ തീരെ വിവരമില്ലാത്ത ആളുകൾ കേൾക്കാത്തത് എന്നല്ല അതിന്റെ ഉദ്ദേശം. മറിച്ച് ജനങ്ങൾക്ക് അവർക്ക് ആദ്യം വേണ്ടത് അവരോട് ആദ്യം പറയുക, രണ്ടാമത് വേണ്ടത് അവരോട് രണ്ടാമത് പറയുക. ഞാൻ പറഞ്ഞത് ഇസ്ലാമിൽ ആദ്യത്തെ കാര്യങ്ങൾ എവിടെയും പറയാൻ ഒരു പ്രയാസവും ഇല്ലാത്ത കാര്യങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, തൗഹീദും അതുപോലെ സുന്നത്തും, ശിർക്കിനെതിൽ, ബിദ്അത്തിനെതിൽ, നിസ്കാരത്തിന്റെ കാര്യം, സകാത്ത്, നോമ്പ്, ഹജ്ജ്. ആർക്കാണ് പ്രയാസം? ഇല്ല. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ അതിന് മുൻഗണനാക്രമമുണ്ട്, സംശയമില്ല. പക്ഷെ ദീനിൽ ഒന്നുപോലും അത് പറയാൻ കൊള്ളാത്തതായി ദീനിൽ ഒന്നുമില്ല. ഈ ഖുർആനിന്റെ കാര്യത്തിൽ ഒരു മുദാഹനയും ആവശ്യമില്ല. فبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون وتجعلون رزقكم أنكم تكذبون وتجعلون رزقكم നിങ്ങൾ നിങ്ങളുടെ റിസ്ഖാക്കുകയാണോ? അന്നക്കും തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിക്കുക എന്നത്. وتجعلون رزقكم أنكم تكذبون, നിങ്ങൾ നിങ്ങളുടെ റിസ്ഖാക്കുകയാണോ, നിങ്ങൾ നിഷേധിക്കുക എന്നത്. ഈ ഹദീസ്, ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ വന്നിട്ടുള്ള പ്രസിദ്ധമായ ഒരു ഹദീസ് വായിച്ചാൽ അതിന്റെ അർത്ഥം കൂടുതൽ നമുക്ക് മനസ്സിലാവും. സെയ്ദ് ഇബ്നു ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു പറയുന്നു, صلى بنا رسول الله صلى الله عليه وسلم صلاة الصبح بالحديبية. ഹുദൈബിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുമായി സുബ്ഹ് നിസ്കരിച്ചു. ഫി ഇസ്രി സമാഇൻ കാനത് ഫിൽ ലൈൽ, രാത്രി മഴ പെയ്തതിനു ശേഷമുള്ള സുബ്ഹ് നിസ്കാരം. തലേന്ന് രാത്രി മഴ പെയ്തിരുന്നു,
എന്നിട്ട് സുബ്ഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേന്ന് രാവിലെ നിസ്കരിച്ചു. ഫലമ്മാ ഇൻസറഫ, സലാം വീട്ടിയപ്പോൾ അഖ്ബല അലന്നാസ്, ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞു. അപ്പോ സലാം വീട്ടിയാൽ ഇമാമിന് എന്ത് ചെയ്യാം? ജനങ്ങളുടെ നേരെ അവരെ നോക്കി ഇരിക്കാം, എഴുന്നേറ്റ് പോവുകയും ആവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയതായും ഹദീസുകളിൽ കാണാം. എന്നാൽ ഇമാം പ്രത്യേകമായ ഒരു ദുആ ചൊല്ലുക, എന്നിട്ട് മഅ്മൂമുകളൊക്കെ അതിന് ആമീൻ പറയുക ഫർദ നിസ്കാരത്തിന് ശേഷം. ഒരൊറ്റ ഹദീസിൽ നമുക്കത് കാണുക സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അത് ചെയ്തിട്ടേയില്ല. അത് ബിദ്അത്താണ്, ദീനിൽ പുതുതായി ജനങ്ങൾ കടത്തിക്കൂട്ടിയ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം ദിക്റുകൾ, ഓരോരുത്തരും ദിക്റുകൾ ചൊല്ലുക, ആയത്തുൽ കുർസി ഓതുക, അവസാനത്തെ 3 സൂറത്തുകൾ ഓതുക, അതാണ് ചെയ്യുക. സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ടുണ്ട്, എഴുന്നേറ്റ് പോയിട്ടുമുണ്ട്. ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. ഫഖാൽ, എന്നിട്ട് ചോദിച്ചു, ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങൾക്കറിയുമോ എന്താണ് നിങ്ങളുടെ റബ്ബ് പറഞ്ഞതെന്ന്? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, അവർ പറഞ്ഞു അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല, അല്ലാഹു പറഞ്ഞു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ. ഇതാ രാവിലെ ആയപ്പോഴേക്ക് ചിലർ എന്നിൽ മുഅ്മിനും ചിലർ കാഫിറുമായിരിക്കുന്നു, എന്നിൽ വിശ്വസിച്ചവനും ചിലർ കാഫിറുകളുമായി തീർന്നിരിക്കുന്നു ഈ പകലിൽ. ഫഅമ്മാ മൻ ഖാല, ആരാണോ പറഞ്ഞത് മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനും ബി കാഫിറുൻ ബിൽ കൗകബ്, ആരാണോ ഇങ്ങനെ പറഞ്ഞത് മുതിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫദ്ലും റഹ്മത്തും കൊണ്ട് നമുക്ക് മഴ പെയ്തു, അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും കൊണ്ട് ആണ് നമുക്ക് മഴ പെയ്തത് എന്ന് പറഞ്ഞവൻ മുഅ്മിനും ബി, അവനാണ് എന്നിൽ വിശ്വസിച്ച മുഅ്മിൻ. കാഫിറുൻ ബിൽ കൗകബ്, നക്ഷത്രങ്ങളെ നിഷേധിച്ചവൻ. കാഫിറുൻ ബിൽ കൗകബ്, കൗകബിനെ അവിശ്വസിച്ചവൻ. കാരണം അല്ലാഹു അല്ലാതെ ജനങ്ങൾ എന്തിനൊക്കെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം നിഷേധിച്ചാലേ ഒരുവൻ മുഅ്മിനാവൂ. അല്ലാഹുവിന് പുറമെ ആരെയൊക്കെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ അതിനെ മുഴുവൻ നിഷേധിച്ചാലല്ലാതെ ഒരു മുഅ്മിനാവുകയില്ല, ഒരാൾ മുസ്ലിം ആവൂല. അതുകൊണ്ടാണ് നമ്മുടെ ഷഹാദത്ത് എന്തല്ല, അല്ലാഹു ഇലാഹാണ് എന്നല്ല, പിന്നെയോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരൊറ്റ ഇലാഹുമില്ല. മുഴുവൻ ഇലാഹുകളെയും നിഷേധിച്ചാല് നമ്മുടെ ഈമാൻ ശരിയാവും. ചില ആളുകൾ ചോദിക്കുന്നു, ഇവർ പ്രബോധനം നടത്തുന്നു, എന്താണ് നിങ്ങൾ അതിനെ ആരാധിക്കരുത്, ഇതിനെ ആരാധിക്കരുത്, അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ, ഇതിങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നു. അത് പറയുന്നില്ലെങ്കിൽ ഇസ്ലാമില്ല. നമ്മളെല്ലാം മസ്ജിദിലും 5 നേരം വിളിച്ചു പറയുന്നത് അതാണ്. നിങ്ങൾക്ക് തിരിയാനിട്ടാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, വീണ്ടും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിനൊക്കെ നിഷേധിക്കുന്നതാണ്. അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് സ്ഥാപിക്കുകയുമാണ്. അത് നമ്മുടെ വിശ്വാസമാണ്. അത് മുസ്ലിമീങ്ങളുടെ അടിസ്ഥാന വിശ്വാസമാണ്. അതില്ലെങ്കിൽ ഇസ്ലാമില്ല, അതില്ലെങ്കിൽ ഇസ്ലാമില്ല. فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها. അല്ലാഹു പറഞ്ഞു, ആരാണോ താഗൂത്തിനെ നിഷേധിച്ചത്, അല്ലാഹുവിൽ വിശ്വസിച്ചത്, അവൻ പിടിച്ചിരിക്കുന്നത് ഭദ്രമായ ഒരു കയറിലാണ്. ലം ഫിസാമ ലഹ, അതിന് ഇൻഫിസാം വരെയില്ല. ഇൻഫിസാം എന്നാൽ എന്താണ്? ഇൻഖിതാ വേറെ, ഇൻഫിസാം വേറെ. കയറൊന്നാകെ മുറിഞ്ഞു പോവുക, മുറിഞ്ഞ് അച്ചു പോവുക, അതല്ല ഇൻഫിസാം. ഇൻഫിസാം എന്നാൽ കയർ മുറിഞ്ഞിട്ടുണ്ട് പക്ഷെ അച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടാവില്ല. കയറ് പിരിയൊക്കെ ഇളകിയിട്ടുണ്ട് പക്ഷെ വിട്ടിട്ടില്ല, അതുപോലും സംഭവിക്കുകയില്ല ഈ കയറിൽ മുറുകെ പിടിച്ചവൻ. ഇൻഫിസാം വരെയില്ല. അപ്പോൾ നക്ഷത്രത്തിൽ അവിശ്വസിച്ചവൻ, എന്നിൽ വിശ്വസിച്ചവൻ അഥവാ മുസ്ലിം മുഅ്മിൻ ആരാണ്? അല്ലാഹുവാണ്, അവന്റെ ഫദ്ലും റഹ്മത്തും കൊണ്ടാണ് മഴ പെയ്തത് എന്ന് പറഞ്ഞവൻ. വഅമ്മാ മൻ ഖാല, എന്നാൽ ആര് പറഞ്ഞോ മുതർനാ ബിനൗഇ കദാ വകദാ ഫദാലിക കാഫിറുൻ ബി മുഅ്മിനുൻ ബിൽ കവാകിബ്, ആരാണോ ഇന്ന നൗഉ കൊണ്ട്, ഇന്ന നക്ഷത്രം കൊണ്ട്, അതിന്റെ സഞ്ചാരം കൊണ്ട്, അതിന്റെ ഉദയവും അസ്തമനവും കൊണ്ട് മഴ പെയ്തു എന്ന് പറഞ്ഞത്, ഫദാലിക കാഫിറുൻ ബി, അവൻ എന്നിൽ നിഷേധിച്ചവനാണ്. മുഅ്മിനുൻ ബിൽ കവാകിബ്, കൗകബിൽ നക്ഷത്രത്തിൽ വിശ്വസിച്ചവനാണ്.
മലയാളത്തിൽ അതിന് പല പ്രയോഗങ്ങളുണ്ട്. ഞാറ്റുവേല എന്ന പ്രയോഗമുണ്ട്. അതുപോലെ വല്ലാഹു അലം മലയാള മാസങ്ങളിൽ പലതും അതിൻ്റെ പേരുകൾ പലതും ഈ നാട്ടിലുള്ള ആളുകളുടെ മുശ്രിക്കുകളായ ആളുകളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് പല പേരുകളും. അതുകൊണ്ട് വിശ്വാസം നമുക്കില്ലെങ്കിലും ശരി ആ മാസത്തിലേക്ക് മഴയെ ചേർത്ത് പറയാതിരിക്കലാണ് ഖൈർ. ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അവൻ കാഫിറായിന്നൊന്നും നമുക്ക് വാദമില്ല, ഒരിക്കലുമില്ല. അത് മഴയിൽ അതിന് സ്വാധീനമുണ്ട് എന്ന് വിശ്വസിച്ച് പറഞ്ഞാലാണ് ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന കാഫിറാവുക. അങ്ങനെ ഇല്ലാതെ പറഞ്ഞാൽ, ഇതുപോലുള്ള അള്ളാഹു കാരണമാക്കാത്തതിന് പറഞ്ഞാൽ, അള്ളാഹു ഒരു കാരണവും നിശ്ചയിച്ചിട്ടില്ല, അതിന് പറഞ്ഞാൽ, അതിന് മഴയ്ക്ക് കാരണമാക്കി പറഞ്ഞാൽ അത് ഹറാമാണ്, പാടില്ല. അള്ളാഹുവാണ് മഴ പെയ്ക്കുന്നത് എന്നാണ് അവന്റെ വിശ്വാസം. ഇതിന് മഴയിൽ യാതൊരു പങ്കുമില്ല, എന്നാൽ അള്ളാഹു അതിന് കാരണമാക്കിയിട്ടുണ്ട് എന്നവൻ വിശ്വസിക്കുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹു കാരണമാക്കിയിട്ടില്ല എങ്കിൽ അതിനങ്ങനെ പറയൽ ഹറാമാണ്, ഇസ്ലാം നിന്ന് പുറത്തു പോവുകയില്ല. അതുകൊണ്ട് അങ്ങനെ വിശ്വാസമില്ലെങ്കിലും ശരി അള്ളാഹുലേക്കല്ലാതെ മഴയെ, പ്രത്യേകിച്ച് മലയാള മാസങ്ങളിലെ പല പ്രയോഗങ്ങളും അതിലേക്ക് ചേർത്ത് പറയാതിരിക്കലാണ് നമുക്ക് ഉത്തമം. കാരണം അതിൽ പലതും ഇവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. അല്ലാഹുവാണ് മഴ പെയ്യിക്കുന്നവൻ. وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد. وهو الذي ينزل الغيث, അവനാണ് മഴ വർഷിപ്പിക്കുന്നവൻ, മഴ പെയ്യിക്കുന്നവൻ. من بعد ما قنطوا, അവരെല്ലാവരും നിരാശരായതിനു ശേഷം. وينشر رحمته, എന്നിട്ട് അവൻ അവന്റെ റഹ്മത്ത് വ്യാപിപ്പിക്കുന്നു. അവന്റെ റഹ്മത്തിന്റെ ആസാറുകളിൽപ്പെട്ടതാണ് മഴ, അവന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്, അതിന്റെ ഫലങ്ങളിൽപ്പെട്ടതാണ് മഴ എന്നത്. അത് റബ്ബിലേക്കാണ് ചേർത്തി പറയേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സഹീഹ് മുസ്ലിമിന്റെ മറ്റൊരു ഹദീസ് കാണാം. عن رسول الله صلى الله عليه وسلم أنه قال ما أنزل الله من السماء من بركة إلا أصبح فريق من الناس بها كافرين ينزل الغيث فيقولون بكوكب كذا وكذا ما أنزل الله من السماء من بركة. അള്ളാഹു ആകാശത്ത് നിന്ന് ഏതൊരു ബറക്കത്ത് ഇറക്കിയാലും, ഏതൊരു നന്മ ഇറക്കിയാലും, ഇല്ല അസ്ബഹ ഫരീഖും മിനന്നാസി ബിഹാ കാഫിരീൻ, ജനങ്ങളിൽ ഒരു വിഭാഗം അതിനെക്കുറിച്ച് നന്ദി കെട്ടവരാകുന്നു, കാഫറുകളാകുന്നു. വേറെ ചിലർ ഇസ്ലാം തന്നെ പുറത്തു പോകുന്ന രൂപത്തിലുള്ള വിശ്വാസം വെച്ചിട്ടായിരിക്കും പറയുന്നത്. എന്നാൽ ചിലരാകട്ടെ നിഅമത്തിനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്ത് പറയും. അത് തെറ്റാണ്. യഅരിഫൂന നിഅമത്തല്ലാഹി, അള്ളാഹുവിന്റെ നിഅമത്തുകൾ അവർ അറിയുകയും എന്നിട്ട് അതിനെ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് സൂറത്തു നഹ്ലിൽ അള്ളാഹു പറഞ്ഞു. എന്നതുപോലെ യുൻസിലുൽ ഗൈഥ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുൻസിലുൽ ഗൈഥ, അള്ളാഹു മഴയിറക്കും. ഫയഖൂലൂന, അപ്പോൾ ജനങ്ങളിൽ ഈ വിഭാഗം പറയും, ബികൗകബി കദാ വകദാ, ഇന്ന നക്ഷത്രത്തെ കൊണ്ട് എന്ന് അവർ പറയും. ഇത് സഹോദരങ്ങളെ ഏത് നിഅമത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അനുഗ്രഹങ്ങൾ അള്ളാഹുലേക്ക് ചേർത്ത് പറയാൻ ശ്രമിക്കുക. അങ്ങനെ പറഞ്ഞാൽ അത് മുഖേന ഒരുപാട് ഖൈർ നമുക്കുണ്ടാവും. കുറേ ഞാൻ കാണിച്ചു നോക്കി, അവസാനം ആ ഡോക്ടറെ കണ്ടപ്പോൾ മാറി എന്ന് പറയുമ്പോൾ സഹോദര, അതിൻ്റെ കൂടെ നീ പറയുക, ഒരുപാട് ഡോക്ടറെ കാണിച്ചു, അവസാനം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ ഡോക്ടറെ കാണിച്ചു, ഇപ്പം മാറി. അല്ലെങ്കിൽ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ മാറി, ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടെ അൽഹംദുലില്ലാഹ് എന്നതിന് ശേഷം പറയുക. എത്ര നല്ലതാണ്. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബിന്റെ നിഅമത്തെ, അനുഗ്രഹത്തെക്കുറിച്ച് നീ സംസാരിക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പന അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ. ഒരു പ്രതിഫലമാണ് ലഭിക്കുക. കിട്ടിയ കാര്യം സ്വന്തത്തിലേക്ക് ചേർത്തി പറയാതെ ഖാറൂൻ പറഞ്ഞതുപോലെ ഇന്നമ ഊതീതുഹു അലാ ഇൽമി, എന്റെ ഇൽമു കൊണ്ട് നേടിയതാണ്, എന്റെ സാമർഥ്യം കൊണ്ട്. ആ നേരത്ത് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ. ഇങ്ങനെയൊക്കെ പറയുന്നില്ല ആളുകൾ. സഹോദര, വിനയത്തിന്റെ വാക്ക് പറയും, അള്ളാഹുലേക്ക് ചേർത്തി പറയും. അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട്, ബിഇദ്നില്ലാഹ്, അവന്റെ അനുവാദത്തോടെ
അവന്റെ തൗഫീഖ് കൊണ്ട് എന്ന് പറയൂ, അതിന്റെ കൂടെ അൽഹംദുലില്ലാ എന്ന് പറയൂ. എത്ര നല്ലതാണത്. അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും, വീണ്ടും വീണ്ടും തരും. പറയൂ അൽഹംദുലില്ലാ. ആരുടെ മുന്നിലായാലും എന്താ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ, ഈ ഹദീസാണോ, ഈ കാര്യമാണോ, ഇതിലാണോ നിങ്ങൾ വെള്ളം ചേർക്കുന്നത്? ആരുടെ മുന്നിലാണ് അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് മടി? അവർ ചോദിക്കട്ടെ ഇതിന്റെ അർത്ഥം എന്താണ്, അപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആകാശഭൂമികളുടെ റബ്ബിനെ ഞാൻ സ്തുതിച്ചതാണെന്ന്, അൽഹംദുലില്ലാ എന്ന് ഞാൻ പറഞ്ഞതാണ്. അതിലൂടെ ഇസ്ലാമിലേക്ക് നമുക്ക് ഇസ്ലാമിന്റെ ബാക്കി നന്മകൾ, ഇസ്ലാമിന്റെ മഹത്വങ്ങൾ ശേഷം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇസ്ലാമിന്റെ എന്തെങ്കിലും ചിഹ്നം സഹോദര നിന്റെ വാക്കിലും പ്രവൃത്തിയിലും കാണണ്ടേ? അല്ലാതെ എങ്ങനെയാണ് ഈ മുസ്ലിമാൻ തന്നെ ആളുകൾ തിരിച്ചറിയുക? അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിഅമത്തുകൾ റബ്ബിലേക്ക് ചേർത്ത് പറയുക. അതല്ലാതെ നമ്മൾ പറഞ്ഞു പോയാൽ ഇസ്ലാമിന് പുറത്തുപോയി എന്നല്ല ഈ പറഞ്ഞത്. നമ്മൾ അറിയാതെ നമ്മൾ സാധാരണ പ്രയോഗിച്ച ശീലം കൊണ്ട് വന്നു പോകുന്നത് പോലെ, ഏതുപോലെ ചില വയസ്സായ സ്ത്രീകളുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിയ ആളുകൾ എന്നാലും ചിലപ്പോൾ അറിയാതെ മദ്യശേഷം വിളിച്ചു, വിശ്വാസമില്ലാതെ പറഞ്ഞു വന്നാണ്. വായിലെ വാക്ക് പണ്ടേ ശീലിച്ചത് കൊണ്ട് അങ്ങനെ വന്നു പോകുന്നത് അത് തെറ്റാണ്, മാറ്റേണ്ടതാണ്. അറിയാതെ വന്നു പോകുന്നതിന് അള്ളാഹു ശിക്ഷിക്കുകയില്ല, പക്ഷേ തിരുത്താൻ ശ്രമിക്കേണ്ടതാണ്. അള്ളാഹുവിനെ വിളിച്ച് തിരുത്താൻ ശ്രമിക്കേണ്ടതാണ്. ഏതുപോലെ നമ്മൾ അറിയാതെ പറഞ്ഞു പോയതിന് അള്ളാഹു ശിക്ഷിക്കുമെന്നോ അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നോ അല്ല ഈ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ നാം ശീലമാക്കിയാൽ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് നന്മകൾ നമുക്ക് ലഭിക്കും. അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നതിന് അവൻ നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരും. അപ്പൊ നോക്കൂ, ഈ നേരത്തെ പറഞ്ഞ ആയത്ത് വതജഅലൂന റിസ്ഖകും അന്നകും തുകദ്ദിബൂൻ, ഈ വിഷയത്തിലാണോ നിങ്ങൾ വെള്ളം ചേർക്കുന്നത്? വതജഅലൂന റിസ്ഖകും, നിങ്ങളുടെ റിസ്ഖിനെ നിങ്ങൾ ആക്കുകയാണോ? അന്നകും തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിക്കുക എന്നത്. അഥവാ പല മുഫസ്സിറുകളും പറഞ്ഞത് കാണാം, തജഅലൂന ശുക്റകും അന്നകും തുകദ്ദിബൂൻ, നിങ്ങളുടെ ശുക്ർ നിങ്ങൾ നിഷേധിക്കുക എന്നതാണോ നിങ്ങളുടെ ശുക്ർ? അള്ളാഹു തന്ന റിസ്ഖിന്, അവൻ തന്ന ഉപജീവനത്തിന് നിങ്ങളുടെ ശുക്ർ ഇതാണോ, നിഷേധിക്കലാണോ എന്നാണോ റബ്ബിന്റെ ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നിഅമത്ത് തരുന്നു, എന്നിട്ട് അവൻ ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ് അവൻ തന്നെ തരുന്നു. ആ ശുക്റാകട്ടെ അതവൻ സ്വീകരിക്കുകയും അതിന് വലിയ പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. ഫലില്ലാഹിൽ ഹംദു വലഹുൽ ഫദ്ലു ഫിൽ അവ്വലി വൽ ആഖിർ, തുടക്കവും ഒടുക്കവും എല്ലാം എല്ലാ നന്ദിയും റബ്ബിനോട്. എല്ലാ ഫദ്ലും നമുക്ക് കിട്ടിയ എല്ലാ ഔദാര്യവും റഹ്മത്തുമെല്ലാം അള്ളാഹുവിൽ നിന്ന് മാത്രം. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹു വൽ ബാത്തിൻ, അവനാണ് അവ്വലും ആഖിറും, അവന് മുമ്പൊന്നില്ല, അവനാണ് അവസാനത്തവൻ, അവന് ശേഷം ആരുമില്ല. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.